നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. പിണറായി വിജയൻ ക്ലിഫ് ഹൗസിൽ നിന്നിറങ്ങുമോ? വി.ഡി. സതീശൻ അവിടെ താമസിക്കും. ഇത് തേടിയാണ് മാതൃഭൂമി സർവേ നടത്തിയത്. പ്രാഥമിക സർവേയുടെ ഫലം ഇന്നലത്തോടെ പൂർണ്ണമായി പുറത്തു വന്നു. 4 ദിവസം കൊണ്ടാണ് സർവേ ഫലങ്ങൾ മാതൃഭൂമി പൂർണ്ണമായും പുറത്തുവിട്ടത്. 140 മണ്ഡലങ്ങളിൽ നടന്ന സർവേ പ്രകാരം LDF-ന് UDF-നും കേവല ഭൂരിപക്ഷമായ 71 എന്ന മാന്ത്രിക സംഖ്യയിലെത്താൻ നന്നേ പാടുപെടേണ്ടതുണ്ട്. 140 മണ്ഡലങ്ങളിൽ നടത്തിയ സർവേ പ്രകാരം LDF-ന് 66 സീറ്റുകളും UDF-ന് 62 സീറ്റുകളും ലഭിക്കാനാണ് സാധ്യതയെന്ന് വിലയിരുത്തുന്നു. അടുത്ത സർക്കാർ ആര് രൂപീകരിക്കുമെന്ന് നിശ്ചയിക്കുക ഫലം പ്രവചനാതീതമായ 12 നിർണായക മണ്ഡലങ്ങളിലായിരിക്കും. ഈ 12 മണ്ഡലങ്ങളിൽ 10 LDF-ഉം UDF-ഉമാണ്. 2 മണ്ഡലങ്ങളിൽ BJP-യും നിർണായക ശക്തിയാണ്. സർവേ പ്രകാരം നിലവിലെ ട്രെൻഡ് അനുസരിച്ച് LDF-ന് 32 മുതൽ 36 സീറ്റിനു മുകളിൽ വരെ തിരിച്ചടി നേരിടേണ്ടി വരും. അതേസമയം UDF അവരുടെ നില മെച്ചപ്പെടുത്തുകയും 20 സീറ്റുകൾ വരെ അധികം നേടുകയും ചെയ്യുമെന്നാണ് പ്രവചനം. ഇത് സംസ്ഥാനത്ത് UDF-ന് അനുകൂലമായ ഒരു തരംഗം നിലനിൽക്കുന്നുണ്ടെന്ന സൂചനയാണ് നൽകുന്നത്. മേഖലാടിസ്ഥാനത്തിൽ വോട്ടർമാരുടെ പ്രതികരണം വ്യത്യസ്തമാണ്. വടക്കൻ കേരളത്തിൽ LDF-ന് നേരിയ മുൻതൂക്കമുണ്ട്. ഈ മുൻതൂക്കം നൽകുന്നത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളാണ്. ഇവിടങ്ങളിൽ നിന്ന് 28 സീറ്റുകൾ LDF-നും 26 സീറ്റുകൾ UDF-നും ലഭിച്ചേക്കാം. 6 മണ്ഡലങ്ങളിൽ കടുത്ത മത്സരമാണ് പ്രവചനത്തിലുള്ളത്. മധ്യ കേരളത്തിൽ UDF വ്യക്തമായ ആധിപത്യമാണ് സ്ഥാപിക്കുക. ഇവിടെ 27 സീറ്റുകൾ UDF-നും 21 സീറ്റുകൾ LDF-നുമായിരിക്കും ലഭിക്കുക. ഇവിടെ 2 മണ്ഡലങ്ങളിൽ ശക്തമായ പോരാട്ടമായിരിക്കും സംഭവിക്കുക. തെക്കൻ കേരളത്തിൽ LDF വ്യക്തമായ മുന്നേറ്റമായിരിക്കും നേടുക. 20 സീറ്റുകൾ LDF-ന് ലഭിക്കാൻ സാധ്യതയുള്ളപ്പോൾ UDF-ന് വെറും 15 സീറ്റുകൾ മാത്രമായിരിക്കും ലഭിക്കുക. 4 മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമെന്നാണ് സൂചന. 10 വർഷത്തെ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുമ്പോഴും വ്യക്തിപരമായ ജനപ്രിയതയിൽ ഇടത് MLA-മാരാണ് മുന്നിൽ നിൽക്കുന്നത്. ഭരണം നൽകുന്ന ആനുകൂല്യം കൊണ്ട് വികസന കാര്യത്തിൽ ഇവർക്ക് നേടാൻ കഴിയുന്ന മുൻകൈയാണോ അതോ വ്യക്തിപരമായ ഇവരുടെ പെരുമാറ്റ രീതിയാണോ സഹായമാകുന്നതെന്ന് വ്യക്തമായി തിരിച്ചറിയാനായിട്ടില്ല. ഇക്കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് KV സുമേഷാണ്. പട്ടാമ്പിയിലെ CPIM MLA ആയ മുഹമ്മദ് മുഹസീനും ബേപ്പൂരിൽ മന്ത്രി മുഹമ്മദ് റിയാസും 76.48% മാർക്ക് നേടിയപ്പോൾ രണ്ടുപേരെയും കവച്ചുവെച്ച് UDF-ൽ നിന്ന് പിടിച്ചെടുത്ത അഴീക്കോട് മണ്ഡലത്തിലെ CPM MLA KV സുമേഷ് 77.60 മാർക്ക് വാങ്ങിയിരിക്കുന്നു. എന്നാൽ ഈ 3 പേരെയും കടത്തിവെട്ടി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല 78.06 മാർക്കും നേടി 1ാം സ്ഥാനത്ത് സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു. ചെന്നിത്തലയ്ക്കൊപ്പമെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും പ്രതിപക്ഷ നേതാവ് V.D. സതീശനും പിന്നോട്ടല്ല. അദ്ദേഹത്തിന് 70 മാർക്കുണ്ട്. ഫെബ്രുവരി പകുതിയോടെയാണ് കണക്കുകൾ ശേഖരിച്ചത്. LDF-ന് പരമാവധി 77 സീറ്റുകൾ വരെയും UDF-ന് 73 സീറ്റുകൾ വരെയും നേടാൻ സാധ്യതയുണ്ടെന്ന് പ്രവചിക്കുന്നുണ്ടെങ്കിലും BJP-ക്ക് സർവേ ഒരാനുകൂല്യവും നൽകുന്നില്ല. നേമത്ത് രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് V. മുരളീധരനും ടൈറ്റ് മത്സരം കാഴ്ചവെക്കുമെങ്കിലും സീറ്റ് ലഭിക്കുമെന്ന് സർവേയിൽ പ്രവചനമില്ല. രണ്ടിടത്തും BJP CPM-നോടാണ് ഏറ്റുമുട്ടുന്നത്. നേമത്ത് മന്ത്രി ശിവൻകുട്ടിയും രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ള വ്യത്യാസം വെറും 1.5%. അതായത് ഏകദേശം 2000 വോട്ടുകളുടെ കുറവ് രാജീവിനുണ്ടാകാൻ സാധ്യതയാണ് സർവേ കാണുന്നത്. കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനേക്കാൾ 2% വോട്ടുകൾക്ക് പിന്നിലാണ് V. മുരളീധരൻ്റെ സ്ഥാനം. 30 സീറ്റുകൾ വരെ ലക്ഷ്യമിട്ട് BJP മത്സരിക്കുന്നെങ്കിലും ഒരു സീറ്റും കിട്ടാനിടയില്ലെന്നാണ് മാതൃഭൂമിക്കാരുടെ കണ്ടെത്തൽ. ഇതെത്രമാത്രം സത്യമായി ഭവിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞേ തിരിച്ചറിയാനാകൂ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.